എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ജീവിത വിജയത്തിന് വിഘാതമാകുന്ന ശാപങ്ങളെക്കുറിച്ചാണ്. 13 തരം ശാപങ്ങളുണ്ട്. അവ ഓരോന്നും ഞാൻ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ മുഴുവനായും തന്നെ കാണുക. എന്നാൽ മാത്രമേ വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. മറ്റുള്ളവരോടും ചരാചരങ്ങളോടും നമ്മൾ പൊറുക്കാനാവാത്ത തെറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുമ്പോൾ അത് ശാപങ്ങളായി നമ്മിൽ വന്ന് ഭവിക്കുമത്രേ. ഇത് നമ്മെ മാത്രമല്ല നമ്മുടെ കുലത്തിന് തന്നെ ദോഷമായി ഭവിക്കുന്നു. ഇത്തരം ശാപങ്ങൾക്കെല്ലാം പരിഹാരക്രിയകൾ ഉണ്ടെങ്കിലും കുറച്ചെങ്കിലും അനുഭവിച്ച ശേഷം നമ്മുടെ ഗുരുകാരണവന്മാർ മൂലമുള്ള അനുഗ്രഹം മൂലമോ കുടുംബ ദൈവാനുഗ്രഹം മൂലമോ മുമ്പ് ചെയ്ത സൽപ്രവൃത്തികൾ കാരണമോ കാരണഹേതു കണ്ടെത്താൻ പരിഹാരം ചെയ്യാനും ആവുമത്രേ. പെൺശാപം, പ്രേതശാപം, ബ്രഹ്മശാപം, സർപ്പശാപം, പിതൃശാപം, ഗോശാപം, ഭൂമിശാപം, ഗംഗാശാപം, വൃക്ഷശാപം, ദേവശാപം, ഋഷിശാപം, മുനിശാപം, ദേവശാപം എന്നിങ്ങനെ 13 തരം ശാപങ്ങളുണ്ട്. ഇവയോരോന്നും ഓരോ ദോഷഫലങ്ങളാണ് നൽകുന്നത്. അതിലൊന്നാണ് സ്ത്രീശാപം. സ്ത്രീകളെ വഞ്ചിക്കുക, സഹോദരിമാരെ സ്നേഹിക്കാതിരിക്കുക, അവരെ ദുഃഖിപ്പിക്കുക, ഭാര്യയെ സംരക്ഷിക്കാതെ ഉപേക്ഷിക്കുക എന്നീ കാരണങ്ങളാൽ സ്ത്രീശാപം ഉണ്ടാവും. ഈ ശാപം നിമിത്തം വംശനാശമാണ് ഫലം. അടുത്തത് പ്രേതശാപം. മൃതശരീരത്തിനരികിലിരുന്ന് മരിച്ച ആളിനെക്കുറിച്ച് തരം താഴ്ത്തി സംസാരിക്കുക, അവഹേളിക്കുക, മൃതശരീരത്തെ കവച്ചു നടക്കുക, ശവസംസ്കാരം നടത്താൻ തടസ്സമായി നിൽക്കുക, മരിച്ചവരെ കാണാൻ അവർക്ക് വേണ്ടപ്പെട്ടവരെ അനുവദിക്കാതിരിക്കുക ഇവയൊക്കെ പ്രേതശാപത്തിന് കാരണമാകും. ഈ ശാപനിമിത്തം ആയുസ് കുറയും. അടുത്തത് ബ്രഹ്മശാപം. വിദ്യ അഭ്യസിച്ചു തരുന്ന ഗുരുവിനെ മറക്കുക, പഠിച്ച വിദ്യ തെറ്റായ രീതിയിൽ പ്രയോഗിക്കുക, മറ്റുള്ളവരിൽ നിന്നും വിദ്യകൾ മറച്ചുവെക്കുക ഇത്യാദി കാരണങ്ങളാൽ ബ്രഹ്മശാപം ഉണ്ടാവാം. ബ്രഹ്മശാപത്താൽ വിദ്യാനഷ്ടം അഥവാ വിദ്യ ലഭിക്കാതെ വരാം. അടുത്തത് സർപ്പശാപം. പാമ്പുകളെ അനാവശ്യമായി കൊല്ലുക, അവരുടെ വാസസ്ഥലങ്ങൾ നശിപ്പിക്കുക എന്നീ കാരണങ്ങളാൽ സർപ്പശാപം ഉണ്ടാവും. കാലസർപ്പദോഷം ഉണ്ടായി വിവാഹ തടസ്സം ഉണ്ടാവും. അടുത്തത് പിതൃദോഷം. പിതൃക്കൾക്ക് ചെയ്യേണ്ട തിഥികർമ്മങ്ങൾ, ധർമ്മകാര്യങ്ങൾ ഇവ ചെയ്യാൻ മറക്കുന്നതും മുത്തശ്ശൻ, മുത്തശ്ശി എന്നിവരെ ഉദാസീനപ്പെടുത്തുന്നതും അവഗണിക്കുന്നതും പിതൃദോഷമായി ഭവിക്കുന്നു. പിതൃശാപം ബാലാരിഷ്ട ശാപം കൂടി ഉണ്ടാക്കി വംശത്തിൽ ആൺസന്താനങ്ങൾ ഇല്ലാതെയാകും. കുട്ടികളുടെ അകാല മരണം ഫലമായി ഭവിക്കാം. അടുത്തത് ഗോശാപം. പശുവിനെ കൊല്ലുക, കറവ പറ്റാത്ത പശുവിനെ കശാപ്പിനായി കൊടുക്കുക, കിടാവിനെയും പശുവിനെയും തമ്മിൽ വേർപിരിക്കുക, പശുവിന് ദാഹജലം നൽകാതിരിക്കുക എന്നിവ ഗോശാപം ഉണ്ടാക്കും. ഇത് കാരണം കുടുംബത്തിനും വംശത്തിനും അഭിവൃദ്ധി സാധ്യമാകാതെ വരും. അടുത്തത് ഭൂമിശാപം. ദേഷ്യത്തോടെ ഭൂമിയിൽ ചവിട്ടി മെതിച്ചുകൊണ്ട് നടക്കുന്നതും ഭൂമിയെ പാഴാക്കുന്നതും ഭൂമിയിൽ അനാവശ്യമായി കുഴികൾ ഉണ്ടാക്കുന്നതും അന്യരുടെ ഭൂമി കൈവശപ്പെടുത്തുന്നതും ഭൂമിശാപത്തിന് കാരണമാകും. ഇത് നരകവേദനയാണ് ഫലം നൽകുന്നത്. അടുത്തത് ഗംഗാശാപം. കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം പാഴാക്കുക, നദി, കുളം, കിണർ എന്നിവ അശുദ്ധമാക്കുക എന്നീ കാരണത്താൽ ഗംഗാശാപം ഉണ്ടാവും. ഇത് കാരണം കുടുംബത്തിൽ കിണറിനായി എത്ര താഴ്ചയിൽ കുഴിച്ചാലും ഉറവ ഉണ്ടാവില്ല. അടുത്തത് വൃക്ഷശാപം. പച്ചമരം വെട്ടുന്നതും കായ്ച്ചു നിൽക്കുന്ന മരം ഉണങ്ങാൻ കാരണമാക്കുന്നതും മരം കത്തിക്കുന്നതും മരങ്ങൾ ഇടതിങ്ങി നിൽക്കുന്ന സ്ഥലത്തെ മരങ്ങൾ വെട്ടിത്തെളിച്ച് വീട് പണിയാനുള്ള സ്ഥലമാക്കുന്നതും വൃക്ഷശാപത്തെ ക്ഷണിച്ചു വരുത്തും. വൃക്ഷശാപത്താൽ കടം, രോഗം എന്നിവ ഫലം. അടുത്തത് ദേവശാപം. പൂജ പൂർത്തിയാകാതെ അവസാനിപ്പിക്കുക, ഈശ്വരന്മാരെ നിന്ദിക്കുക എന്നിവ കൊണ്ട് ദേവശാപം ഉണ്ടാകും. ബന്ധുക്കളുമായുള്ള അകൽച്ചയാണ് ദേവശാപത്തിൻ്റെ ഫലം. അടുത്തത് ഋഷിശാപം. യഥാർത്ഥ ഭക്തരെയും ആചാര്യന്മാരെയും അവഹേളിക്കുന്നത് മൂലമുണ്ടാകുന്ന ശാപമാണിത്. വംശനാശമാണ് ഇതിൻ്റെ ഫലം. അടുത്തത് മുനിശാപം. കാവൽ ദേവതകൾ
ഉപദേവതകൾ എന്നിവർക്ക് നൽകേണ്ട ബഹുമാനവും പൂജകളും ചെയ്യാൻ മറക്കുന്നത് മുനിശാപത്തിന് കാരണമാകുന്നു. മുനിശാപത്താൽ വിവിധ ദോഷങ്ങൾ വന്ന് ഭവിക്കുമത്രേ. അടുത്തത് കുലദൈവ ശാപം. നമ്മുടെ പൂർവികർ പൂജിച്ചു പോന്നിരുന്ന ദൈവത്തെ പൂജിക്കാതിരിക്കുമ്പോൾ കുലദൈവതാ ശാപം ഉണ്ടാകും. കുടുംബത്തിൽ എപ്പോഴും ദുഃഖം നിഴലിച്ചുകൊണ്ടേയിരിക്കും. മേൽപ്പറഞ്ഞ ശാപങ്ങൾ ദൈവഭക്തരെ നശിപ്പിക്കില്ല, ദുഷ്ടരെ നിഗ്രഹിക്കും. നന്മ പ്രവൃത്തിയിലൂടെ ശാപത്തിൻ്റെ ദോഷഫലങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാനാവും. ഇതുപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കാനും മറക്കരുത്.